എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. BPL APL റേഷൻ കാർഡുകാർക്ക് വിഷു റംസാനൊക്കെ പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഇനി മുതൽ 2 മാസത്തെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യം മുൻകൂർ എത്തിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് നിർദ്ദേശമെത്തിയതോടുകൂടി ജില്ലാ താലൂക്ക് തലങ്ങളിൽ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ വേഗം കൂട്ടിയിരിക്കുകയാണ്. സമരങ്ങൾ നീണ്ടുപോകുമ്പോൾ റേഷൻ കടകളിൽ സാധനം ഇല്ലാതെ വരുന്ന സ്ഥിതി ഒഴിവാക്കുവാനാണ് നിലവിലെ ഈ ഒരു നടപടി കൊണ്ടുവരുന്നത്. നിലവിലെ റേഷൻ കടകളിൽ 1 മാസത്തെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യമാണ് സ്റ്റോക്ക് ചെയ്യുന്നതിന് സാധിക്കുന്നത്. ഇത് ഒഴിവാക്കാനാണ് 2 മാസത്തെ ധാന്യം മുൻകൂറായിട്ട് നൽകുന്നത്. ഏപ്രിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ കൂടി വരുന്നതോടുകൂടി റേഷൻ ലഭ്യത ഉറപ്പാക്കുവാൻ നടപടി സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 1-ാം തീയതി മുതൽ വിഷു കിറ്റുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് സപ്ലൈകോയ്ക്കും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. 16 ഇനം ആവശ്യ സാധനങ്ങൾ അടങ്ങിയതാണ് ഈ വിഷു കിറ്റ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവ ഇതിലുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ശബരിയുടെ പായസം മിക്സ്, പാലട, സേമിയ പായസക്കൂട്ട്, നെയ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, വെളിച്ചെണ്ണ, ചായപ്പൊടി എന്നിവയും കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1250 രൂപ വിപണി വില വരുന്ന ഈ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു പുറമെ റംസാൻ കിറ്റുകളുടെ വിതരണവും ഏപ്രിലിൽ തുടരുന്നുണ്ട്. ഏപ്രിൽ 20-ാം തീയതി വരെയാണ് റംസാൻ കിറ്റുകൾ വാങ്ങുവാനായിട്ട് സാധിക്കുന്നത്. ആഘോഷകാലത്തെ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസകരമായിരിക്കുന്നതാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ്. സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ മറ്റൊരു പ്രത്യേക പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ ലഭിക്കുന്നതാണ്. ഈ കൂപ്പണുകൾ ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ റെഡീം ചെയ്യാവുന്നതാണ്. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകളിലും പെട്രോൾ പമ്പുകളിലും ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ 101 രൂപയുടെ ഇളവ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ 13 സബ്സിഡി സാധനങ്ങളും 20 കിലോ അരി 25 രൂപ നിരക്കിലും സപ്ലൈകോ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ്. റേഷൻ കാർഡ് വഴിയുള്ള മാർച്ച് മാസത്തെ റേഷൻ വിതരണം സജീവമാണ്. മഞ്ഞ കാർഡുകാർക്ക് 30 കിലോ അരിയും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ്. കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നീല കാർഡിന് അധിക വിഹിതമായിട്ടുള്ള 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിലെ ഒരു കാർഡ് മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. വെള്ള കാർഡിന് ഈ മാസം 6 കിലോ അരിയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയ്ക്ക് കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാർഡുകാർക്കും 1 ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല കാർഡ് ഉടമകൾ ഈ മാസം നിർബന്ധമായിട്ടും റേഷൻ വാങ്ങേണ്ടതാണ്. തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ പദവി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുൻഗണനാ കാർഡുകാർക്കായിട്ട് അപേക്ഷിച്ച 65,000-ഓളം പേർക്ക് പുതിയ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നീല, വെള്ള കാർഡുള്ള അർഹരായവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതോടുകൂടി റേഷൻ സാധനങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ ഇത്തരം കാർഡുകളിലെ സ്ത്രീകൾക്ക് 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനും അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.